നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തുവന്നതോടെ മഹിളാ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയില്ല എന്നാണ് ആരോപണം. ഒരു മഹിളാ കോൺഗ്രസ് നേതാവിന് പോലും നിയമസഭയിലേക്ക് സീറ്റ് നൽകിയിട്ടില്ല എന്നാണ് ആക്ഷേപമുയരുന്നത്. KSU യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാർ തങ്ങളുടെ സംഘടനയിലെ ആളുകൾക്കായി കൃത്യമായ പട്ടിക നൽകുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. എന്നാൽ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തർ ആളുകളുടെ പട്ടിക പോലും നൽകിയില്ല എന്നാണ് ആരോപണം. ജെബി മേത്തർ സീറ്റ് നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും ഇത് മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ ആത്മവിശ്വാസം തകർക്കാൻ ഇടയാക്കിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ശിവൻ വീട്ടിക്കുന്ന് UDF സ്ഥാനാർത്ഥിയാകും. പുനലൂർ മണ്ഡലത്തിൽ നൌഷാദ് യൂനിസാണ് സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ചേലക്കര മണ്ഡലത്തിലെ കൊണ്ടാഴി വീട്ടിക്കുന്ന് സ്വദേശിയാണ് ശിവൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പ്രവേശനം. BJPയുടെ മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക വൈകാതെ പ്രഖ്യാപിക്കും. 10ഓളം മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഇതുവരെ 86 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ 2 ഘട്ടമായി പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, മാവേലിക്കര അടക്കം മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികൾ ആരെന്നറിയേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് BJPയുടെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ആറന്മുളയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ മത്സരിക്കും. കൊടുങ്ങല്ലൂരിൽ സീറ്റ് ലഭിക്കാത്ത അതിർത്തി പരസ്യമാക്കിയ B ഗോപാലകൃഷ്ണന് ഗുരുവായൂരിൽ സീറ്റ് നൽകി. CPI വിട്ട MLA CC മുകുന്ദന് നാട്ടികയിൽ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കി. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിൽ സ്ഥാനാർത്ഥിയായി. ധർമ്മടത്ത് പിണറായിക്കെതിരെ K രഞ്ജിത്തും മത്സരിക്കും. ഇതടക്കം 39 പേരുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം BJP പ്രഖ്യാപിച്ചത്. ഇതോടെ 86 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികളായി. എടക്കഴിഞ്ഞൂരിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അണുബാധയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും കാരണം ആശുപത്രി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. എടക്കഴിയൂർ സ്വദേശി ഇബ്രാഹിമിന്റെ ഭാര്യ മുഹ്സിനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ജനുവരി 10 ഇവരുടെ നവജാത ശിശു മരണപ്പെട്ടിരുന്നു. ഗർഭകാലത്തോ പ്രസവ സമയത്തോ മുഹ്സിനയ്ക്ക് കൃത്യമായ വൈദ്യസഹായമോ വാക്സിനേഷനോ നൽകിയിരുന്നില്ലെന്ന് പരാതിയുണ്ട്. ദമ്പതികൾ വ്യാജ അക്കുപഞ്ചർ ചികിത്സാ രീതികൾ പിന്തുടർന്നതായും ഇത് കുട്ടിയുടെയോ അമ്മയുടെയും ജീവൻ അപകടത്തിലാക്കിയെന്നും ആരോപണമുണ്ട്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ നേതാവ് G സുധാകരന്റെ വീട്ടിലെത്തി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പിന്തുണ അറിയിച്ചു. UDF ജില്ലാ കൺവീനർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ എന്നിവരാണ് ഇന്നലെ രാത്രി വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ നേതാക്കൾ പൂർണ്ണ പിന്തുണ സുധാകരനെ അറിയിച്ചു. ഇന്നു മുതൽ സുധാകരനൊപ്പം പ്രചാരണത്തിനുണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. അവസാനവട്ട അനുനയ നീക്കത്തിന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറത്തുവച്ചായിരുന്നു ചർച്ച.